അമർഷവും അത്ഭുതവും ഒക്കെ തോന്നുന്നു. ഇത് 2 ദിവസം കൊണ്ട് തീർക്കേണ്ട പണി ഇങ്ങനെ ഇതായി പോയിട്ട് ഇപ്പം ഇത്രയും ദിവസം ചെയ്യണ എന്താ, ആ റോഡ് ക്ലിയർ ചെയ്യുക. ആ ക്ലിയർ ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഏതെങ്കിലും ബോഡിയോ അല്ലെങ്കിൽ ഏതെങ്കിലും വാഹനമോ കിട്ടിയാൽ അപ്പം നോക്കാന്നുള്ളു. അപ്പം ബോഡി ഇപ്പം ഇന്നലെ രാവിലെ തന്നെ ഒരു പകുതി ഉള്ള ഒരു ബോഡി കിട്ടീനു നമ്മൾ. അത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ മണ്ണിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടിയാൽ മാത്രമേ ഉള്ളൂ നോക്കുന്നത്. ഇന്ന അടിച്ച ഉദ്യോഗസ്ഥന് അടിക്കുന്ന കന്നഡയിലാണ് സംസാരിക്കണം. എനിക്ക് കന്നഡ സംസാരിക്കാൻ അറിയാം. അപ്പോൾ കന്നഡയിൽ എന്നോട് ചോദിക്കാൻ ഒരു ഡ്രൈവർ അല്ലടോ എന്ന് പറയാം. ഞാൻ പറഞ്ഞ അല്ല, സോറി, ആ ഒരു മനുഷ്യനാണ് ഡ്രൈവർ. പിന്നല്ലേ നമ്മൾ ഒന്നാമത് 4 ബാരിക്കേഡ് 4 ഇടത്തിൽ ഇവർ ബാരിക്കേഡ് വെച്ചിക്കണ്. ഈ 4 സ്ഥലത്തും വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഉന്തും തള്ളും ഉണ്ടാക്കിയിട്ടാണ് ലാസ്റ്റ് പോയിന്റിൽ എത്തുന്നത്. ലാസ്റ്റ് പോയിന്റ് എത്തിയിട്ട് SP ഡയറക്റ്റ് ഞാൻ അങ്ങനെ വരുമ്പോഴത്തേ താഴത്തിനെ പറഞ്ഞിരിക്കണേ ഇവർ ഒരു കൂട്ടർ വരുന്നുണ്ട്, ഇവിടൊക്കെ പ്രശ്നം ഉണ്ടാക്കിയും കൊണ്ടാണ് മേലോട്ട് കയറി വരുന്നത് എന്നുള്ളത്. നമ്മൾ ഇത്രേ പറയുന്നുള്ളൂ. ഒരു സ്പെഷ്യലിസ്റ്റ് ആളാണ് നമ്മൾ കൊണ്ടുവന്നത്. കേരളത്തിൻ്റെ മിനിസ്റ്ററും ബാക്കിയുള്ള ആളുകൾ ഇടപെട്ടിട്ട് കൊണ്ടുവന്ന ഒരു ആൾ വരികയാണ്. ആ ആളെ നിങ്ങൾ അനുവദിക്കുക. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്ത് നമ്മൾ പറയാതെ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു പോരായ്മ ഉണ്ട്. ഒരു പ്രൊഫഷണൽ ആൾ ഇല്ലാത്തതിൻ്റെ കുറവ് അവിടെ നല്ല ഉണ്ട്.